സുപ്രധാനമായ തീരുമാനങ്ങളുമായാണ് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചത്. വിശദമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും സംയുക്തമായി മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ നിലപാടുകളും തീരുമാനങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു മെഗാ ഇടപാടാണ് ഇന്ത്യക്ക് ലഭിച്ചതെന്ന് നരേന്ദ്രമോദി അഭിമാനത്തോടെയാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പക്ഷേ ട്രംപ് ഒന്ന് പറഞ്ഞു, ഇന്ത്യയുമായി ഒരു വ്യാപാര ഇടനാഴിയടക്കം വളരെ അതിശയിപ്പിക്കുന്ന വ്യാപാര ഇടപാടുകളാകും വരിക. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ പ്രഖ്യാപിച്ച പരസ്പര താരിഫുകളിൽ ഇന്ത്യക്ക് ഇളവൊന്നും ഉണ്ടാകില്ല. കാരണം അമേരിക്കയിലേക്ക് വരുന്ന ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിൽ വില കൂടുതലാണ്, നികുതി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് താരിഫ് പ്രഖ്യാപനത്തിൽ ഇളവുകൾ ഉണ്ടാകില്ല എന്ന് ട്രംപ് കട്ടായം പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും അനധികൃതമായി US-ലെത്തിയ അനധികൃത കുടിയേറ്റക്കാർ അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ എല്ലാം വളരെ വ്യക്തമായി ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരിക്കും എന്ന് ട്രംപ് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ മാന്യത അനുസരിച്ച് അനധികൃതമായ കുടിയേറ്റക്കാരാണെങ്കിൽ അവരെ ഇന്ത്യ മാന്യമായി തന്നെ തിരിച്ച് സ്വീകരിക്കുമെന്ന മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏറെ വിമർശനങ്ങളോ അല്ലെങ്കിൽ അതിശയോക്തികളോ എന്തൊക്കെ പറഞ്ഞാലും ശരി, ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഈ ട്രംപിൻ്റെ രണ്ടാം ടൈമിലെ ഈ ആദ്യത്തെ കൂടിക്കാഴ്ച അതിനിർണായകമായിരുന്നു. സുപ്രധാനമായ സൈനിക വ്യാപാര ഇടപാടുകളടക്കം ഇന്ത്യയും US തമ്മിൽ ഇനി അങ്ങോട്ട് തുടരും എന്നതിൻ്റെ ആദ്യത്തെ സൂചനയാണ് ഈ ട്രംപ് മോദി കൂടിക്കാഴ്ച. മുംബൈ ഭീകര ആക്രമണത്തിലെ സൂത്രധാരൻ പാക് വംശജൻ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരാഴ്ച മുമ്പാണ് അമേരിക്കയിലെ പരമോന്നത കോടതി തഹാവൂർ റാണയുടെ ഹർജി തള്ളിക്കൊണ്ട് ഇന്ത്യക്ക് കൈമാറാനുള്ള സുപ്രധാനമായ തീരുമാനമെടുത്തത്. ആ തീരുമാനം തൻ്റെ സർക്കാർ അംഗീകരിക്കുന്നതായാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അനധികൃത കുടിയേറ്റം US-ലേക്കുള്ള കുടിയേറ്റം തടയാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചെയ്യാവുന്ന സഹായമൊക്കെ ഇന്ത്യ ചെയ്യുമെന്ന് നരേന്ദ്രമോദി തിരിച്ചു ഉറപ്പ് നൽകി. ഇന്ത്യക്ക് അത്രമാത്രമേ പറ്റുള്ളൂ. കാരണം US-ലെ നിയമങ്ങളല്ല ഇന്ത്യയിലേത്. ഇന്ത്യൻ പൗരൻ US-ലെത്തിയാൽ ആ നിയമങ്ങൾ അനുസരിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അനധികൃത കുടിയേറ്റങ്ങൾ പരമാവധി ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും അതിനായി രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങളിൽ സമൂലമായ ഭേദഗതി കൊണ്ടുവരികയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ അറിയിച്ചതും. കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിന് പരമാവധി സഹകരണമാണ് നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് പരസ്പര നികുതി ചുമത്തുമെന്ന ആ തീരുമാനത്തിൽ ഇന്ത്യക്ക് ട്രംപ് ഇളവ് നൽകിയില്ല. പക്ഷേ ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായി സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. ഇപ്പോൾ ബംഗളൂരുവിലെ എയ്റോ ഷോയിൽ പങ്കെടുക്കുന്ന അമേരിക്കയുടെ 5ാം തലമുറ F-35 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുമെന്ന് സുപ്രധാനമായ തീരുമാനം വന്നു. തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ നേരത്തെ തന്നെ US സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. പക്ഷേ തൻ്റെ കൂടിക്കാഴ്ചയിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനമായി ട്രംപ് മോദിയെ അറിയിച്ചത് ഇക്കാര്യമാണ്. അതിർത്തി കടന്നുള്ള തീവ്രവാദം അത് ഏത് രാജ്യത്തായാലും എക്കാലവും അപലപിക്കപ്പെടേണ്ടതാണ്. അത് എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണിയാണെന്നാണ് ട്രംപിൻ്റെ നിലപാട്. ഇതിനെതിരെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യ അടക്കം ഒന്നിച്ച് പോരാടണമെന്നും ട്രംപ് വ്യക്തമാക്കി. താരിഫ്, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിലെ ഇന്ത്യയുടെ ആശങ്കകൾ നരേന്ദ്രമോദിയും സംഘവും ഡൊണാൾഡ് ട്രംപിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ വിഷയങ്ങളിൽ അനുഭാവപൂർവമായ ഒരു നിലപാട് അമേരിക്കൻ സർക്കാർ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ നടക്കുന്നതിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിലുള്ള വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നതായാണ് ട്രംപ് നരേന്ദ്രമോദി അറിയിച്ചത്. ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയുമായുള്ള സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കാൻ ധാരണമായിട്ടുണ്ട്. F-35 അടക്കമുള്ള വിമാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് നൽകാൻ തീരുമാനമായി കഴിഞ്ഞു. അമേരിക്ക ഇന്ത്യയുമായി അതിശയകരമായൊരു വ്യാപാര ഇടപാടിൽ ഏർപ്പെടാൻ പോകുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ഉണ്ടാക്കാനായി ചേർന്ന് പ്രവർത്തിക്കാനായി ഞങ്ങൾ തീരുമാനിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്നും ആരംഭിച്ച് ഇസ്രായേലിലൂടെ അമേരിക്കയിലേക്ക് എത്തുന്നതാണ് ആ വ്യാപാര ഇടനാഴി. അതുകൊണ്ട് തന്നെയാണ് ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതും. കാരണം ഈ ഇടനാഴി കടന്നു പോവുക ഇസ്രായേലിലും ഗാസയിലൂടെയും ഒക്കെ ആയിരിക്കും. എല്ലാ സഖ്യരാജ്യങ്ങളെയും റോഡ്, റെയിൽ, സമുദ്രാന്തര കേബിളുകൾ എന്നിവയടക്കം ഉപയോഗിച്ച് ബന്ധിപ്പിക്കും. ചരിത്രപരമായൊരു ഇടനാഴിയാകും ഇത്. കാരണം ഇന്ത്യയിൽ നിന്നും ചരക്ക് വാഹനങ്ങൾക്ക് ആദ്യപടിയായി തീവണ്ടി മുഖേന, റോഡ് മുഖേന അമേരിക്കയിലേക്ക് എത്താം എന്നത് തന്നെയാണ്. ഇത് വലിയൊരു മുന്നേറ്റമായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്.
2030 ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഇരട്ടിയാക്കുമെന്നാണ് നരേന്ദ്രമോദിയുടെ പ്രത്യാശ. $500 ബില്യൺ എത്തിക്കുമെന്നാണ് മോദി ട്രംപിനോട് പ്രതികരിച്ചത്. അമേരിക്കയിൽ നിന്നും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങിയിരിക്കുമെന്നും നരേന്ദ്രമോദി ഉറപ്പു നൽകി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ട്രംപുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും നരേന്ദ്രമോദി വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ബോസ്റ്റണിൽ ഇന്ത്യ പുതുതായൊരു കോൺസുലേറ്റ് തുടങ്ങുന്നുവെന്നും മോദി പ്രഖ്യാപിച്ചു. അതേസമയം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യക്ക് വ്യക്തമായ നിലപാടുണ്ടെന്നും ഉക്രൈനോടും റഷ്യയോടൊപ്പമാണ് ഇന്ത്യയെന്നും നരേന്ദ്രമോദി നിലപാടെടുത്തു. തങ്ങൾ ശാന്തിയുടെ പക്ഷത്താണ്, അമേരിക്ക നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്നും മോദി ഉറപ്പു നൽകി. ഇത് യുദ്ധകാലമല്ലെന്ന് നേരത്തെ തന്നെ പുടിനെ അറിയിച്ചിരുന്നതായി മോദി ട്രംപിനോട് അറിയിച്ചു. പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെയെങ്കിലും ഇനിയെങ്കിലും ഒരു പരിഹാരം കാണാം. 3 വർഷമായി നടക്കുന്ന യുദ്ധം എങ്ങനെയെങ്കിലും ചർച്ചകളിലൂടെ അവസാനിപ്പിക്കണമെന്നാണ് നരേന്ദ്രമോദിയും ട്രംപിനോട് ആവശ്യപ്പെട്ടത്. സെറിമോണിയൽ ഗാർഡ് പരേഡോടെയായിരുന്നു നരേന്ദ്രമോദിക്ക് വൈറ്റ് ഹൗസിൽ ട്രംപ് ഭരണകൂടം സ്വീകരണമൊരുക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, US ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ കത്വ എന്നിവരൊക്കെ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് US ലഭിച്ചത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് പോയ കുടിയേറ്റക്കാരെ തിരിച്ച് അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിച്ച ആ നടപടി, അതും മനുഷ്യത്വരഹിതമായ രീതിയിൽ ഇനി അവരെ പരിഗണിക്കരുത്, അവരോടും മനുഷ്യത്വപരമായി പെരുമാറാവൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഫെഡറൽ നിയമങ്ങൾ അനുശാസിക്കുന്ന വിധമാണ് തങ്ങൾ അവരെ കുറ്റവാളികളെ ചിത്രീകരിക്കുന്നതെന്നും അതുകൊണ്ടാണ് അവരെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തതെന്നും മറ്റു രാജ്യങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥയെന്നും ട്രംപ് വ്യക്തമാക്കിയെങ്കിലും ഇന്ത്യക്കാരായ തിരിച്ചയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരോട് അനുഭാവപൂർവമായ സമീപനം കാട്ടാമെന്നൊരു ഉറപ്പ് ട്രംപ് നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട്. എന്തുതന്നെയായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യത്തെ US സന്ദർശനം, ട്രംപിൻ്റെ 2ാം ടൈമിലെ ആദ്യത്തെ ട്രംപുമായുള്ള കൂടിക്കാഴ്ച, അത് വിജയകരം എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ട്രംപിൻ്റെ വായിൽ നിന്നും അനാവശ്യമായ ഒന്നും ഉണ്ടായില്ല. മറ്റു രാജ്യങ്ങൾക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും UK ഒക്കെ ആ ഇളവുകൾ തങ്ങൾക്ക് ബാധകമാണോ എന്ന് കാതോർത്തിരിക്കുമ്പോൾ ഇന്ത്യക്ക് അതിൽ ഇളവുണ്ടാകില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുമായി പരമാവധി വ്യാപാര കരാർ ഉണ്ടാക്കുകയും ആ കരാറിൽ ഈ താരിഫുകളിൽ പെടാത്ത വിധത്തിൽ ഇന്ത്യയുമായുള്ള വ്യാപാര ഇടപാടുകൾ നടക്കട്ടെ, നികുതി ചുമത്തുന്നത് കരാറിൽ വരട്ടെ എന്നാണ് ട്രംപിൻ്റെ നിലപാട്. അങ്ങനെ ഒരു വ്യാപാര കരാർ, കൂടുതൽ ശക്തമായ വ്യാപാര കരാർ ഇന്ത്യയും US തമ്മിൽ ഇനിയും തുടരുമ്പോൾ അതിൽ ഈ താരിഫിൻ്റെ പ്രശ്നമേ വരുന്നില്ല എന്ന നിലപാടാണ് ട്രംപ് ഭരണകൂടവും എടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദിക്കും കൂട്ടർക്കും അത് വിശ്വാസമായി എന്ന് തന്നെ വളരെ വ്യക്തമായി കരുതാം. അതുകൊണ്ട് തന്നെയാണ് എന്ത് തീരുമാനമെടുത്താലും US വ്യാപാര ബന്ധമായാലും വ്യാപാര ഇടനാഴി ഇസ്രായേലിലൂടെ ഇന്ത്യയിൽ നിന്നും US വ്യാപാര ഇടനാഴിയായാലും അതിലൊക്കെ താരിഫിലടക്കം വളരെ വ്യക്തത വരുത്തുന്ന കരാറായിരിക്കണം ഇനി ഉണ്ടാകേണ്ടത് എന്നാണ് ഇപ്പോൾ ഇരു നേതാക്കളും തമ്മിൽ എടുത്തിരിക്കുന്ന ഏകദേശ ധാരണ. നേരത്തെ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ വ്യാപാര സഹകരണ സൈനിക സാമ്പത്തിക കരാറുകൾ, പല ഇനം കരാറുകൾ നിലവിലുണ്ട്. ഈ കരാറുകളെല്ലാം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഈ കരാറുകൾക്ക് പുറമെയാകും ഇനി ഇന്ത്യയുമായുള്ള അധിക വ്യാപാര ഇടനാഴി അടക്കമുള്ള കരാറുകൾ. അതിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ റോഡ് മാർഗവും റെയിൽ മാർഗവും ഈ ചരിത്രപരമായ ഇടനാഴിയിലൂടെ അമേരിക്കയിലേക്ക് എത്തിക്കുക എന്ന സുപ്രധാനമായൊരു ദൗത്യമാണ് ഇനി ഇന്ത്യക്ക് വഹിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രാധാന്യം ട്രംപ് എടുത്തു പറഞ്ഞിരിക്കുന്നത് മറ്റൊരു രാജ്യവുമായിട്ടും ട്രംപ് ഈ ഒരു ഇടനാഴിയുടെ കാര്യം ഉറപ്പ് നൽകിയിരുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പോലും, തന്നെ ആദ്യമായി വന്ന് കണ്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പോലും ട്രംപ് ഈയൊരു നിർദ്ദേശം വാക്കിന് പറഞ്ഞു പോയി എന്നല്ലാതെ ഇത്തരമൊരു തീരുമാനം ഇന്ത്യയുമായുള്ള സഹകരണം ഉറപ്പാക്കിയാൽ മാത്രമേ അത് പ്രഖ്യാപിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ട്രംപ് ആ ഒരു ചരിത്രപരമായ ഇടനാഴി പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഇനി ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ വളരെ സുപ്രധാനമായും സുഗമമായും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ കരുതുന്നതും. അതുപോലെ തന്നെയാണ് സൈനിക ഇടപാടുകൾ. US ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഇന്ത്യ MiG-32 വിമാനങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതുപോലെ തങ്ങളുടെ 5ാം തലമുറ യുദ്ധ പോരാളിയായ F-35 വിമാനങ്ങൾ ഇന്ത്യ വാങ്ങണമെന്നൊരു അഭ്യർത്ഥന നേരത്തെ തന്നെ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ മുന്നോട്ട് വച്ചതാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയുമായി ഇങ്ങനെ ഒരു കോടിക്കണക്കിന് ബില്യൺ ഡോളറിൻ്റെ ഒരു ഇടപാട് വരുമ്പോൾ അത് എന്തായാലും US അംഗീകാരം തന്നെയാണ് ഇന്ത്യ അവരുടെ F-35 വിമാനങ്ങൾ വാങ്ങുന്നു എന്നത്. കാരണം അമേരിക്കയിൽ പോലും ആ വിമാനങ്ങൾ ഇപ്പോൾ
എയറോ ഷോയിൽ ബാംഗ്ലൂരിൽ വന്നിരിക്കുന്ന F-35 വിമാനങ്ങൾ പറത്താനുള്ള പോലും ശേഷിയുള്ള പൈലറ്റുമാർ അമേരിക്കയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് ആ വിമാനങ്ങൾ ഡിസ്പ്ലേക്കിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിമാനങ്ങൾ വളരെ സങ്കീർണമായ രീതിയിലുള്ള ഈ F-35 വിമാനങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിദഗ്ധരായ പൈലറ്റുമാരുണ്ട് എന്ന് അമേരിക്കയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനങ്ങൾ ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് കൈമാറാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അത് പക്ഷേ വിലയ്ക്കാണെന്ന് മാത്രം. എങ്കിലും ഇന്ത്യയുടെ ആകാശ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഇന്ത്യക്ക് F-35 വിമാനങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രംപ് നരേന്ദ്രമോദി കൂടിക്കാഴ്ച വളരെ നിർണായകം തന്നെയാണ്. ഇതിൻ്റെ ചുവട് പിടിച്ച് ഇനിയും അങ്ങോട്ട് കൂടിക്കാഴ്ചകൾ നടക്കുമെന്നാണ് ഉറപ്പ്. എന്തായാലും ഇന്ത്യക്കെതിരെ ട്രംപ് താരിഫ് നയങ്ങളിൽ ഇളവ് നൽകില്ല എന്ന് വ്യക്തമായി പറഞ്ഞെങ്കിലും ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കാൻ ഡൊണാൾഡ് ട്രംപ് എന്ന ലോക രാഷ്ട്രത്തിൻ്റെ തലവൻ തയ്യാറായില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റഷ്യയോടൊപ്പം ഇന്ത്യ നിലനിൽക്കുമ്പോഴും അമേരിക്കയോടൊപ്പവും ട്രംപിനോടൊപ്പവും ഇന്ത്യ സമദൂരവും സമസ്നേഹവും ഒക്കെ എതിർപ്പില്ലാത്ത കലർപ്പില്ലാത്തൊരു ഇടപാട് മുന്നോട്ട് വയ്ക്കുന്നു എന്നത് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയെ വേറിട്ട് നിർത്തുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.